പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. മനുഷ്യൻ അടങ്ങാത്ത ആകുലതകളും ആശങ്കകളും ഉള്ളിൽ കുമിഞ്ഞുകൂടി പ്രയാസപ്പെടും തോറും സ്വയം നീറിപ്പോയാൻ മാത്രമേ അത് ഉപകരിക്കൂ. മനുഷ്യരെങ്കിൽ മനക്ലേശവും പ്രയാസവും സ്വാഭാവികം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രവൃത്തികൾ ലളിതമായും ആത്മവിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും നേരിടുക. എപ്പോഴും ക്രിയാത്മകമായ രീതിയിൽ ചിന്തകൾക്ക് മാറ്റം വരുത്തി ആശങ്കകളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചികഞ്ഞെടുത്ത് പർവ്വതീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ അവരെ പ്രയാസപ്പെടുത്തുന്നവർ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റിസോർട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കുറിപ്പെഴുതുന്നത്. സ്വയം തെറ്റുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പർവ്വതീകരിച്ച് ഏറ്റുപറയുന്നവർ, അവരറിയുന്നില്ല അവരുടെ തെറ്റുകളെക്കുറിച്ച്. ഖുർആനിൽ ജിഹാദുൽ അക്ബർ അഫ്ളലുൽ ജിഹാദ് എന്ന വാക്യങ്ങളുണ്ട്. ലോകത്തെ യുദ്ധമുഖത്ത് പോരാടാനല്ല ഖുർആൻ പറയുന്നത്, സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്ത് സ്വയം നന്നാവാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാനാണ് ഖുർആൻ ഓരോ മനുഷ്യരെയും പഠിപ്പിക്കുന്നത്. നല്ലൊരു വഴികാട്ടി ജീവിതത്തെ എളുപ്പമാക്കും. ദിശ അറിയാതെ പോയവരും പോകുന്നവരുമുണ്ട്. കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും ശരിയായ മാർഗദർശനം കിട്ടാത്തതിനാൽ ഉദ്ദേശിച്ച ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോയവർ, പിന്നിൽ നിന്നും പലരും മുന്നേ കടന്നു പോയപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവർ. ജീവിതത്തിൽ ഓരോ സമയത്തും നാം എത്തിയിരിക്കേണ്ട ഇടങ്ങളുമുണ്ട്. അതാരും നമുക്ക് കൊണ്ടുത്തരണമെന്നില്ല. കണ്ടെത്തിയെടുത്ത് വെട്ടിപ്പിടിച്ച് നേടേണ്ടതായേക്കാം. അവിടേക്കുള്ള വഴികളിൽ ഒറ്റക്കാവരുത്. ശരിയായ മാർഗം തിരഞ്ഞെടുക്കാനും മാർഗനിർദ്ദേശങ്ങളും